നമ്മൾ ഫോൺ വാങ്ങിയ ആദ്യ കാലങ്ങളിൽ ഫോട്ടോ വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും. എന്നാൽ കുറച്ചു കാലം ഉപയോഗിച്ചു കൊണ്ടിരിക്കെ ഈ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥയാകും. എന്നാൽ ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന്, നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ക്യാമറ ആപ്ലിക്കേഷൻ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാ ഫോണുകളിലും ഇത്തരത്തിൽ റീസെറ്റ് ചെയ്തു എന്ന് കരുതി നമുക്ക് നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫോണിനകത്ത് കമ്പനി തരുന്ന ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിന് പലതരത്തിലുള്ള ബഗ്ഗുകൾ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ പല എററുകളും സംഭവിക്കാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ തന്നെ ഫോട്ടോ എടുത്താലും എങ്ങനെ തന്നെ റീസെറ്റ് ചെയ്താലും നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഫോണിനകത്തിരിക്കുന്ന ക്യാമറ ആപ്ലിക്കേഷൻ റീസെറ്റ് ചെയ്തിട്ടും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പകരം നിങ്ങൾക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളുമില്ല, പൂർണ്ണമായിട്ട് സൗജന്യമാണ്. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ലെൻസിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗപ്പെടുത്തിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ഈ ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചെറുതായിട്ട് മോർ എന്ന് എഴുതിയത് കാണാം. ചിലർക്ക് അവിടെ 3 കുത്തുകളായിരിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഓപ്പണായി വരും. ഇവിടെ നീല നിറത്തിൽ ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടുതൽ ക്യാമറ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിനകത്തെ സെറ്റിങ്സ് പല ഫോണിലും പല തരത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് എവിടെയാണെന്ന് കണ്ടെത്തുക. സെറ്റിങ്സിനകത്ത് തന്നെ വിവിധ ഓപ്ഷനുകൾ വരും. ഇപ്പോൾ എനിക്ക് എല്ലാ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഓരോ ഫോണിലും സെറ്റിങ്സ് വ്യത്യാസമാണ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സെറ്റിങ്സിനകത്ത് മറ്റൊരു ഓപ്ഷനിൽ പോയി വീണ്ടും മറ്റൊരു ഓപ്ഷൻ എടുത്ത് അതിനകത്തെ ഓപ്ഷനകത്താണ് ക്യാമറ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം റീസ്റ്റോർ ഡിഫോൾട്ട് സെറ്റിങ്സ് എന്ന് കാണാം. എൻ്റെ ഫോണിൽ ഇങ്ങനെയാണുള്ളത്. ചില ഫോണിൽ റീസെറ്റ് എന്നായിരിക്കും. ഇതുപോലെ ക്യാമറയുടെ അകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് എവിടെയാണ് ക്യാമറ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കി റീസെറ്റ് ചെയ്യുക. അങ്ങനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കണം കേട്ടോ. ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ആപ്ലിക്കേഷനാണ്. ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ക്യാമറ ഓപ്ഷൻ ഓൺ ചെയ്താൽ ഇതുപോലെയാണുള്ളത്. ഇത് ഫോട്ടോ മോഡ്, വീഡിയോ മോഡൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ഫോണിലെ ക്യാമറ ലെൻസിൻ്റെ മാക്സിമം പവറിൽ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ISO, ഷട്ടർ സ്പീഡ്, അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് മുതൽ എല്ലാം കൺട്രോൾ ചെയ്തിട്ട് മാക്സിമം ക്വാളിറ്റിയിൽ ഫോട്ടോ വീഡിയോ എടുക്കാൻ സാധിക്കും. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സാധാരണ പോലെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ പോലെ അതിൽ തന്നെ ഫിൽറ്റർ മുഖം ഒന്ന് വെളുപ്പിച്ച് തിളങ്ങിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. കാരണം ഇത് നമ്മുടെ ഒറിജിനൽ ഫോട്ടോ ആണ് എടുത്തു തരാം. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ വീഡിയോ എഡിറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടോ. ഇതിലൂടെ നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ രൂപമൊക്കെയാണ് ഇതിൽ ഫോട്ടോ വീഡിയോ എടുത്ത് ലഭിക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.